തഴവ ശ്രീരാമപുരം മാർക്കറ്റ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധ സംഗമം നടത്തി. പഞ്ചായത്ത്, പൗരസമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവ സംയുക്തമായാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. അതുകൊണ്ട് നമുക്ക് ശക്തിയായിട്ട് ഇത് എതിർക്കണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ സമര പരിപാടിയായിട്ട് മുമ്പോട്ട് പോകണമെന്ന് സാങ്കേതികത്വവും ദൂരപരിധിയും മാനദണ്ഡമാക്കി പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും തഴവ പഞ്ചായത്ത് പൗരസമിതിയുടെയും നേതൃത്വത്തിൽ തഴവ കുറ്റിപ്പുറത്ത് പ്രതിഷേധ സംഗമം നടത്തിയത്. UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നടപടി പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രെയിനിൽ നിർത്തലാക്കുന്നത് എങ്ങനെയാണ്? ട്രെയിനിൽ കൂടുതൽ യാത്രക്കാർ ആവശ്യത്തിലില്ല. അതുകൊണ്ട് റെയിൽവേ വകുപ്പിന് കിട്ടേണ്ട വരുമാനം ഈ സർവീസ് കൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന തഴവ സബ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള തപാൽ വകുപ്പിന്റെ തീരുമാനം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ സംഗമത്തിൽ നേതാക്കൾ പറഞ്ഞു. പൗരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഒരു പോസ്റ്റ് ഓഫീസ് ഒരു കാരണവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിർത്തുവാൻ അധികാരികൾ കാണിക്കുന്ന ഈ വ്യഗ്രത അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തഴവ പഞ്ചായത്ത് പൗരസമിതിയുടെയും തഴവ കുറ്റിപ്പുറം യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ഈ ധർണാ സമരത്തിന്റെ ഉദ്ദേശം. K. മാത്യു, കാട്ടൂർ രാജേന്ദ്രൻ, ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ, മുഹമ്മദ് ഷാ, ജോൺ ഐഡി കോൺ, ബഷീർ പനയഞ്ചേരിൽ, റഹീം അമ്പിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ലാഭേച്ഛ കണക്കാക്കി എല്ലാ പൊതുസ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്നത് ഒട്ടും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കിതിന് നല്ല വിജയം നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഏതാണ്ട് 4 കിലോമീറ്ററിനകത്ത് ഒരു പോസ്റ്റ് ഓഫീസ് പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ ഒരു ഈ റവന്യൂ വരുമാനത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിനും ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് പോകുന്നതിനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിപരമായ നീക്കമാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ.